Hello everyone, welcome to CS Learning Hub. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹീപ്പ് ട്രീ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ രണ്ട് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കൊരു ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 2 മെത്തേഡ്സിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന്, കീ എലമെന്റ്സിനെ നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ട്രീയിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹീപ്പിഫൈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മെത്തേഡിനെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. ഓക്കെ, ദെൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹീപ്പിഫൈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീപ്പിഫൈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഹീപ്പിഫൈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഇത്രയും സർട്ടൻ കീ എലമെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളോട് ഞാൻ പറയാണ്, കീ എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ക്രിയേറ്റ് ചെയ്യുക. ലെവൽ ബൈ ലെവൽ ആയിട്ട് ഓരോ എലമെന്റിനും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടോ, 145 40 25 65 12 48, അതായത് സെയിം കീ എലമെന്റിന്റെ ഓർഡറിൽ നമ്മൾ ജസ്റ്റ് ഒരു കംപ്ലീറ്റ് ട്രീ, ഓരോ നോഡിനും 2 ചൈൽഡ് വെച്ചിട്ട്, മാക്സിമം ചൈൽഡ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ബൈനറി ട്രീ കംപ്ലീറ്റ് ചെയ്തു. ഈ സെയിം ഓർഡറിൽ 145 40 25 65 12 ഇതേ ഓർഡറിൽ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മിൻ ഹീപ്പാണ്. നമ്മൾ പറഞ്ഞു ഹീപ്പ് ട്രീ മെയിൻ ആയിട്ടും 2 ടൈപ്സ് ഉണ്ട്. മിൻ ഹീപ്പ് ഉണ്ട്, മാക്സ് ഹീപ്പ് ഉണ്ട്. മാക്സ് ഹീപ്പിൽ എപ്പോഴും പാരന്റിന്റെ വാല്യൂ ചൈൽഡിന്റെ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. മിൻ ഹീപ്പിലാണെങ്കിൽ പാരന്റിന്റെ വാല്യൂ ചൈൽഡ് വാല്യൂവിനേക്കാളും ലെസ്സർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഓരോ നോഡിന്റെയും ചൈൽഡിനെ ബേസ് ചെയ്തിട്ട് അതിനെ മിൻ ഹീപ്പിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ നോഡിനെയും ഇപ്പോൾ പർട്ടിക്കുലർ നോഡിനെ എടുത്തിട്ട് അതിന്റെ ചൈൽഡ് വാല്യൂ നോക്കും. ചൈൽഡ് വാല്യൂ ലെസ്സർ ആണെങ്കിൽ സ്വാപ്പ് ചെയ്യും, പാരന്റിനോടായിട്ട് സ്വാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ സ്വാപ്പിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. അപ്പോൾ സ്വാപ്പിംഗ് പ്രോസസ് നടക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ലീഫ് നോഡിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, ലീഫ് നോഡിനെ നമ്മൾ സ്വാപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സ്വാപ്പിംഗ് ഇൻ ദി ലീഫ് നോഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ലീഫ് നോഡ് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. സെക്കൻഡ് ലാസ്റ്റിൽ റൈറ്റ് മോസ്റ്റ് നോഡ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു ട്രീയിൽ n/2 എലമെന്റ്സും ലീഫ് നോഡ്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഹാഫ് ഓഫ് ദ നോഡ്സ് എന്തായാലും ലീഫ് നോഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിവിടെ പറഞ്ഞു ലീഫ് നോഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ടൈം കോംപ്ലക്സിറ്റി ഓട്ടോമാറ്റിക്കലി ഇവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക അല്ലേ നമുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ, അപ്പോൾ ലീഫ് നോഡിനെ നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യില്ല, ലീഫ് നോഡ് നമ്മൾ നോക്കുന്നില്ല. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ലാസ്റ്റ് ലെവലിലെ റൈറ്റ് മോസ്റ്റ് നോഡ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് 18 എന്ന് പറഞ്ഞ നോഡ് എടുക്കാണ്. ഹീപ്പിൽ നമ്മൾ പറഞ്ഞു പാരന്റ് നോഡ് എപ്പോഴും ലെസ്സർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, 18ന്റെ ചൈൽഡ് ആണ് 9 and 13. ഇതിന് നമ്മൾ എങ്ങനെയാണ് മിൻ ഹീപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ജസ്റ്റ് നമ്മൾ സ്വാപ്പ് ചെയ്യണം, കാരണം പാരന്റ് നോഡ് എപ്പോഴും മിനിമം ആയിരിക്കണം. അപ്പോൾ ഇവിടെ 9 30ലും മിനിമം വാല്യൂ ഏതാന്ന് നോക്കുക, അതിനെ വെച്ചിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ 18 മാറിയിട്ട് ഇവിടെ 9 ആവും. 9ന്റെ പൊസിഷനിൽ ഇവിടെ 18 വരും. അപ്പോൾ ചൈൽഡിൽ മിനിമം വാല്യൂ ഏതെന്ന് നോക്കിയിട്ട് അത് നമ്മൾ സ്വാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എടുത്ത ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ. 9 18 then 30. ഓക്കെ, ഇനി നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്യാണ്. 48ന്റെ ചൈൽഡ് ഏതൊക്കെയാണ്? 3 and 45. ഇതിൽ മിനിമം വാല്യൂ ഏതാണ്? 3 ആണ്. 3 ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 48ന്റെ പൊസിഷനിലേക്ക് 3നെ കൊണ്ടുവരും. 3യുടെ പൊസിഷനിലേക്ക് 48നെ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3 ഉണ്ട്, then 48, then 45. ഓക്കെ, ഇനി നോക്കിയേ, നെക്സ്റ്റ് നോഡ് 12 ആണ്. 12 27 and 7. ഇതിൽ 7 ആണ് മിനിമം. അപ്പോൾ 7നെ നമ്മൾ പാരന്റ് നോഡ് ആക്കാം. ദെൻ 12നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 7 27 then 12. ഇനി 65 ആണ്. 65നെ നമ്മൾ
1 ആണ് ഇവിടെ മിനിമം അല്ലേ. അപ്പോൾ 65നെ 1ന്റെ പൊസിഷനിലോട്ട് കൊണ്ടുവരും, 1നെ നമ്മൾ 65ന്റെ പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ 1 വരും, ദെൻ ഇവിടെ 65, ദെൻ 100. ഇപ്പോൾ ഇവിടെ ഈ ലെവൽ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ലെവൽ മേലെയുള്ള ലെവലിലോട്ട് പോവാണ്. ഇവിടെ 25 ആണ്. 25ന്റെ ചൈൽഡ് ഇപ്പോൾ ഏതൊക്കെയാണ്? 3ഉം 9 ആണ്. അപ്പോൾ 25 3ഉം 9 ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ മിനിമം വാല്യൂ ഏതാണ്? 3 ആണ്. അപ്പോൾ 3നെ നമ്മൾ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ 3 ഇങ്ങോട്ട് വരും, ദെൻ 25 ഇങ്ങോട്ട് വരും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 25 ഇങ്ങോട്ട് മൂവ് ചെയ്തു, ദെൻ 25നെ അഗെയിൻ നമ്മൾ താഴത്തെ നോട്ട്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. മിൻ ഹീപ്പ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി 48 45 ആണ്. അപ്പോൾ ഇവിടെ മിനിമം വാല്യൂ തന്നെയായിട്ടാണ് പാരന്റ് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യേണ്ട. നെക്സ്റ്റ് ഏതാണ്? 40 ആണ്. അപ്പോൾ ഇവിടെ 40ന്റെ 40യുടെ 1ഉം 7 ആണ് ചൈൽഡ്. അതിൽ മിനിമം വാല്യൂ ഏതാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ 1നെ മേലോട്ട് കൊണ്ടുവരണം. 40 ഇങ്ങോട്ട് വരും, താഴോട്ട് വരും അല്ലേ. 40 താഴോട്ട് വരും, 1 ഇങ്ങോട്ട് വരും. 40 ഇപ്പോൾ താഴോട്ട് വരും. അഗെയിൻ നമ്മൾ 40യുടെ ചൈൽഡ് ഏതൊക്കെയാണ്? 60 and 100. അതായിട്ട് അഗെയിൻ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും. ഓരോ ലെവൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് താഴോട്ട് ലെവലിലോട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെയും ഇഷ്യൂ ഒന്നുമില്ല, കാരണം 65 100 ആണ് പാരന്റ് മിനിമം ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്, ദെൻ 3 ആയി ഇവിടെ. ഇപ്പോൾ ഇവിടെ 1 3, ദെൻ നെക്സ്റ്റ് 145 ആണ്. 145ന്റെ ചൈൽഡ് 1ഉം 3 ആണ്. 145 ഇവിടെ മാക്സിമം വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്വാപ്പിംഗ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ ഇതിൽ മിനിമം വാല്യൂ 1 ആണ്. അപ്പോൾ 1 നമ്മൾ പാരന്റ് ആയിട്ട് സെറ്റ് ചെയ്യും, ദെൻ 145നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലേ. അപ്പോൾ ഇവിടെ 1 വരും, 145 വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കി നോക്കിയേ, 145ന്റെ ചൈൽഡ് നോക്കും, 40 and 7 ആണ്. 40യും 7 ആണ്. അപ്പോൾ ഇതിൽ ലെസർ വാല്യൂ 7 ആണ്. അപ്പോൾ നമ്മൾ 145നെ അഗെയിൻ നമ്മൾ സ്വാപ്പ് ചെയ്യണം അല്ലേ. സ്വാപ്പ് ചെയ്യുമ്പോൾ 145 ഇവിടെ 7 വരും, ദെൻ 145 ഇങ്ങോട്ട് മൂവ് ചെയ്യും. അഗെയിൻ ഇനിയിപ്പോൾ 145ന്റെ താഴെയുള്ള നോട്ട്സ് നോക്കും, 27 and 12 ആണ്. 27 12 മിനിമം വാല്യൂ ഏതാണ്? 12 ആണ്. അപ്പോൾ നമ്മൾ 145നെ താഴോട്ട് കൊണ്ടുവരണം. 12 ഇവിടെ വരും, ഇവിടെ 145 വരും. 1 7 3 40 12 25 9 65 100 27 145 48 45 18 30. ഇതൊരു ഹിപ്പ് ട്രീ അല്ല. ഇതിൽ ഏത് പാരന്റോട് എടുത്താണെങ്കിലും അതിന്റെ ചൈൽഡ് വാല്യൂവിനേക്കാൾ ഇവിടെ ലെസ്സർ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമുണ്ട്. ഒരു പെർട്ടിക്കുലർ നോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ നോഡിന് എത്ര ലെവൽസ് ഉണ്ടോ അത്രയും സ്വാപ്പിംഗ് ഇവിടെ ഉണ്ടായിരിക്കും. ഇപ്പൊ നോക്കിയേ, നമ്മളിവിടെ 1 ആണ്. 1ന്റെ ലെവൽ എത്രയാണ്? 1 2 3. 1ന് 3 ലെവൽസ് ആണുള്ളത് അല്ലേ. അപ്പോൾ 3 സ്വാപ്പിംഗ് ഇവിടെ 1ന് ഉണ്ടായിരിക്കും. എവിടെയൊക്കെ 1 ഇവിടെയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു സ്വാപ്പിംഗ് ഉണ്ടായിരുന്നു 1ന്, ദെൻ അഗെയിൻ നമ്മൾ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തു. അപ്പോൾ 3 സ്വാപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ നോഡിന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ നോഡിന് എത്ര ലെവൽസ് ഉണ്ടോ അത്രയും സ്വാപ്പിംഗ് ആ നോഡിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹീപ്പ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.